നസീർ സംക്രാന്തി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് തട്ടിമുട്ടിയില്. അദ്ദേഹം ഇത് സ്പോർട്ടിന്റെ ആളാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ അതിന്റെ കൂടെ ബാലൻസ് ചെയ്ത് ഒരാളെ തെറ്റിച്ച ആ സീൻ വീണ്ടും റീടേക്ക് ആക്കും. അപ്പൊ ഇത് മെയിൻലി അതിന്റെ ഡയറക്ടർ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഉപ്പുമണിന്റെ ഡയറക്ടർ സൂലേട്ടൻ, പിന്നെ അതിന്റെ അസോസിയേറ്റ് ജിഷു, പിന്നെ ടെക്നിക്കൽ ടീം, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഇൻപുട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ടായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എല്ലാവരെയും പഠിച്ച് വെക്കണം അല്ലെ. അതിൽ ഒന്നോ രണ്ടോ അവര് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോകും. ഓ എനിക്ക് അത് കാരണം നമുക്ക് കാണുമ്പോ ഭയങ്കര നല്ല കഷ്ടപ്പാടുണ്ട്, കാണുന്ന പോലെ എളുപ്പമല്ല. അല്ല സീരിയസ്ലി പറയാട്ടെ, ഇതൊന്നും ആളുകൾക്ക് അത്ര അറിയില്ല. കാരണം നമ്മൾ കാണുമ്പോ എത്ര കൂളായിട്ട് ഇവർക്ക് നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കുന്ന ഇപ്പോഴല്ലേ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഉള്ളിലുള്ള കഷ്ടപ്പാട്. അപ്പൊ എല്ലാവരുടെയും ഇത് പഠിച്ചു വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ പിന്നെ എത്ര ടേക്ക് ഒക്കെ പോവും? എനിക്ക് തോന്നുന്നു ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത് സിദ്ധാർത്ഥിന് ഞാനാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഫസ്റ്റ് ടേക്ക് ഞാൻ എന്റേതായ രീതിക്ക് ചെയ്യും, അത് ഡയറക്ടർക്ക് ഇവർക്ക് ആർക്കും വേണ്ട. സെക്കൻഡ് ടേക്ക് ഞാൻ ഡയലോഗ് കറക്റ്റ് പറയും, അതും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡയറക്ടർ വന്നിട്ട് എന്റെ അടുത്തൊരു സാധനം പറയും, അതാണ് ഓക്കെ ആവുന്നത്. അതാണ് ഓക്കെ ആവുന്നത്. പക്ഷെ അത് എപ്പിസോഡിൽ വരുമ്പോൾ മിനിമം കുഴപ്പമില്ലാതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾക്ക് കാണുമ്പോൾ നിങ്ങൾ ചില്ല് ചെയ്ത് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ.